സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമാന്യ മനുഷ്യന്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനം അവനും അവന്റെ കുടുംബത്തിനും മാത്രം സ്വന്തമായ ഒരു വീട് എന്നതാണ്. പക്ഷെ പലപ്പോഴും ആ വീടും ചുറ്റുപാടും എങ്ങനെയുള്ളതായിരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവാറില്ല. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നൊരു വാസസ്ഥലം എന്നതിന്റെ പൂർണ്ണത എന്തെന്ന് നമുക്ക് പറഞ്ഞു തരാൻ ആർക്കിടെക്ട് നീന ജേക്കബിന് അവരുടെ വാസ്തുശില്പ ചാതുരിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ അറിയപ്പെടുന്ന ആർക്കിടെക്റ്റും കോട്ടയത്ത് പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ഡിസൈൻസിന്റെ പ്രിൻസിപ്പലുമായ മിസസ് നീന ജേക്കബുമായി നമുക്ക് അല്പനേരം ചെലവിടാം. മാഡം, ഈ വാസ്തുശില്പകല എന്ന ഒരു രംഗത്തേക്ക് സാധാരണ വനിതകൾ പ്രത്യേകിച്ച് കേരളത്തിൽ കടന്നു വന്നിട്ടുള്ളത് വളരെ കുറവാണ്. ഇങ്ങനെ ഒരു രംഗത്തേക്ക് ആദ്യമായി കാൽ വയ്ക്കാനുള്ള കാരണം എന്താണ്? ഈ ആദ്യമേ ഞാൻ പറയുന്നത് എന്റെ മലയാളം വലിയ ഗുണമില്ല, സോ ഇച്ചിരി ഇംഗ്ലീഷൊക്കെ അത് കുഴപ്പമില്ല, സാരമല്ല. ഇപ്പം സ്ത്രീകൾ എല്ലാ ഫീൽഡിലും they join in every field, not only there's no field that women are exempt from. So when I studied architecture, it was very rare that women was in architecture, started studying in architecture. ഏത് വർഷമായിരുന്നു? That 1973 ഞാൻ പഠിക്കാൻ കയറിയത്. 5 വർഷത്തെ കോഴ്സാണ്. എവിടെയാ പഠിച്ചത്? മദ്രാസില്. അന്ന് കുറച്ച് ഇത്രയും നമ്പർ ഓഫ് സ്കൂൾസും ഇല്ലായിരുന്നു, കുറവായിരുന്നു. സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ് ഗിണ്ടിയില് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സില് 20-25 പേരെ. അതിനു മുൻപ് ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു എൻകറേജ്മെന്റ് ഉണ്ടായിരുന്നു ഇത് ജോയിൻ ചെയ്യാൻ? അതെ. സ്കൂളിൽ വെച്ച് കരിയർ എന്നാ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴ് എനിക്ക് ആർട്സും കൂടെയുള്ള എനിക്ക് ഡെസ്ക് ജോബ് വേണ്ടായിരുന്നു. ഫീൽഡിൽ വല്ലതും ആർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ആർക്കിടെക്ചർ എന്നാന്നും കൂടി അറിയാൻ മേലായിരുന്നു. എൻ്റെ ഒരു കസിൻ ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും കോമ്പറ്റീഷനും ഇല്ലായിരുന്നു ചേരാന്, അതുകൊണ്ട് എളുപ്പം അതിനകത്ത് കിട്ടി, കോഴ്സിന് അഡ്മിഷൻ കിട്ടി. ആൻഡ് അത് കഴിഞ്ഞിട്ട് അത് 5 വർഷത്തെ കോഴ്സാ. മാഡം, ഈ ടോട്ടാലിറ്റി ഓഫ് എ ഹൗസ്, അതായത് ഹോം, ലിവിംഗ് പ്ലേസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണ് മാഡത്തിനുള്ളത്? എനിക്ക് പ്രത്യേകമായിട്ടുള്ള, ദാറ്റ് ഈസ് എന്റെ അഭിപ്രായത്തില്, എനി ഹോം ഓർ എനി ലിവിംഗ് സ്പേസ്, ഹോം തന്നെയല്ല, ഇപ്പൊ വർക്ക് സ്പേസോ എന്ന സ്പേസ് ആണെങ്കിലും നേച്ചറുമായിട്ട് നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകരുത്. അതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വലിയ ഒരു ഫിലോസഫി. ആൻഡ് എൻ്റെ ഡിസൈൻസ് മിക്കതും അങ്ങനെയാണ്. ഇപ്പം ഒരു ബിൽഡിംഗ് ഇപ്പൊ സിറ്റിയുടെ അകത്താണെങ്കിൽ ബിൽഡിങ്ങിന്റെ അകത്ത് ഞാൻ ഗാർഡൻ കൊടുക്കും, ബിക്കോസ് എനിക്കത് വലിയ ഇമ്പോർട്ടൻസാണ്. കൂടാതെ സ്പേസസ് ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ട് സ്പേസസ് അങ്ങനെ ബ്രേക്കപ്പ് ചെയ്യാതെ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള പ്ലാനിങ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തന്നെ സിറ്റിയിലൊക്കെ ആവുമ്പോൾ നമുക്ക് വീട് വെക്കാൻ കിട്ടുന്ന ലാൻഡ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒത്തിരി ചെറിയ ചെറിയ മുറി വെക്കാതെ ഇത് ലെവൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആംഗിൾസ് വെച്ചിട്ടോ എങ്ങനെയും നമുക്ക് സ്പേസസ് പാർട്ടീഷൻ ചെയ്യാം വിത്തൗട്ട് വാൾസ്. ഇൻഫാക്ട് ഇപ്പൊ നമ്മള് മുറിയുടെ എണ്ണം കൂട്ടേണ്ട വിത്തൗട്ട് ഡൂയിങ് ദാറ്റ്. അപ്പോൾ തന്നെ മറ്റൊരു പ്രശ്നം വരുന്നു, പ്രൈവസി എന്നൊരു കാര്യം നഷ്ടപ്പെടുന്നില്ലേ? പ്രൈവസി ആക്ച്വലി ഇൻ എ ഫാമിലി, ഫോർ എക്സാമ്പിൾ, നമുക്ക് പ്രൈവസി എന്ന് പറയുന്നത് വി നീഡ് ബേസിക്കലി ഇൻ ബെഡ്റൂംസ്. ഇഫ് യു ഹാവ് ഈവൻ ദാറ്റ് ദ സെയിം കോൺസെപ്റ്റ് ഇപ്പം ഒരു ഓഫീസിനുണ്ട്. ഓപ്പൺ പ്ലാനിംഗ് എന്ന് പറയുന്ന വലിയൊരു കോൺസെപ്റ്റാ. അതിനിപ്പം ജനറൽ ഓഫീസ് ഓപ്പൺ ആയിട്ട്, ഓപ്പൺ ക്യൂബിക്കിൾസ് ആയിട്ട്, ഓപ്പൺ സ്പേസസ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് പ്രത്യേകം മുറികൾ മാത്രം, ഇപ്പം കോൺഫറൻസ് നടക്കാൻ വേണ്ടിയുള്ള മുറികൾ പ്രൈവറ്റ് ആയിട്ട് വെക്കും. അപ്പൊ പ്രൈവറ്റ് ആയിട്ട് പറയുന്ന അവിടെ പോയി പറഞ്ഞാൽ മതിയല്ലോ. സെയിം തിങ് ക്യാൻ അപ്ലൈ ഫോർ
റെസിഡൻസസ്. യു ഡോണ്ട് ഹാവ് എല്ലാം ഏരിയ ഇങ്ങനെ അടച്ചുപൂട്ടി ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് എന്റെ അപ്ബ്രിങ്ങിങ് അങ്ങനെയാ. എനിക്ക് പണ്ടേ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ഒട്ടും ഇഷ്ടമില്ല. മാഡം, ഇവിടെ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചത് ഈ വീട്ടിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സ്പേസിനാണ്. പിന്നെ റൂഫ്സിന്റെ ഹൈറ്റ്, പിന്നെ ഒരുപാട് ഗ്യാപ്സ് കാണും, ഓപ്പണിങ്സ്, എക്സ്റ്റീരിയറുമായിട്ടുള്ള ഒരു ഇന്റിമസി കീപ്പപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ലാമ്പിന് പകരം തേങ്ങ ഹാങ് ചെയ്തിട്ട് അതിൽ ദീപം കൊളുത്തിരിക്കുന്നത്. അതൊക്കെ എങ്ങനെ ഒരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതെങ്ങനെയാ മാഡത്തിന് മനസ്സിൽ ഉണ്ടാവുക? എങ്ങനെയാ ഉണ്ടാവുന്നത് എനിക്കറിയാൻ മേല. എനിക്ക് ഓരോ ഇഫ് ഐ സീ സം ഒബ്ജെക്ട് ആ യൂസിനല്ലാതെ വേറെ ഉപയോഗത്തിന്, സ്ട്രേഞ്ച് ആയിട്ടുള്ള ഉപയോഗത്തിനും എനിക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ചെറിയ ടേബിൾ ഇവിടെ കാണുന്നത്, ഇതിന്റെ ഉള്ളിലിരിക്കുന്നത് പഴയ ഒരു ചൈനീസ് ഗ്രില്ല. അത് ചുമ്മാ ഏതാണ്ട് ഒരു കടയിൽ ഇങ്ങനെ നിലത്ത് കിടന്ന ഗ്രില്ല. അത് സെറാമിക് ഗ്ലേസിംഗ്, നല്ല ബ്ലൂ കളർ, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പീസ്. അത് ഫ്രെയിം ചെയ്തിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കി. അങ്ങനെ ഓരോ കാര്യം ഈ വീട്ടിൽ നോക്കുമ്പോൾ ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് അതർ മെറ്റീരിയൽസ് യോജിച്ചിട്ട് I've made different things. That is something which I enjoy doing. I like to reuse not only material, even buildings. I like to reuse. Maybe because I'm not a wasteful person. So I like to, out of even things which other people would discard, I like to make things. That's. ഈ കൺസൾട്ടൻസിയുടെ പേര് സുവർണരേഖ എന്നാണ്. അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യാൻ കാരണം? അതിന്റെ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ പേരൻസ് ആദ്യമായിട്ട് വീട് തുടങ്ങിയപ്പോൾ, when they got married and they settled down, they were in ബീഹാറിലായിരുന്നു. അവിടെ ഒരു ആറുണ്ട്, സുവർണരേഖ. എന്നിട്ട് അവർ റിട്ടയർ ചെയ്തപ്പം അവരുടെ വീട് സുവർണരേഖ, എറണാകുളത്ത് ആലുവയില് ഒരു വീട് വെച്ച് അതിന്റെ പേര് സുവർണരേഖ. ബിക്കോസ് അവര് ആദ്യമായിട്ട് അവിടെയല്ലായിരുന്നു സെറ്റിൽ ചെയ്ത്. അപ്പൊ ഈ കൺസൾട്ടൻസി തുടങ്ങിയപ്പോഴ് ഞങ്ങള് 2 പെൺമക്കളെ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ആ വീട് വിറ്റു. അതിന്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് മൈ പേരൻസുമായിട്ട് ഞാൻ സുവർണരേഖ എന്റെ കൺസൾട്ടൻസിന്റെ പേര് വെച്ചു. കൂടാതെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള പേരാ, ബിക്കോസ് ഇറ്റ് മീൻസ് ഗോൾഡൻ ലൈൻ, ആൻഡ് ഇൻ ആർക്കിടെക്ചർ എവറിത്തിങ് ഈസ് ഓൺ ലൈൻസ്. ഒരു വീടിന്റെ അകത്തെ മുറികളുടെ അതിന്റെ സ്പേസ് നമ്മുടെ മനസ്സിന്റെ ബ്രോഡ്നെസ് കൂടെയാണ് അതിൽ റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. മാഡത്തിന് എന്താ പറയാനുള്ളത് അതിനെ കുറിച്ച്? എനിക്ക് 2 കാര്യം പറയാനുണ്ട്. അങ്ങനത്തെ സൗകര്യം ഉണ്ടെങ്കിൽ അത് നല്ലതാ. ആൻഡ് നമുക്ക് വാൾസ്, എനിക്ക് തോന്നുന്നു ഒരു സ്പേസ് ബ്രേക്കപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും ഓപ്പൺനെസ് ആണ് നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ. ഇപ്പൊ നാളെ ഇപ്പൊ എനിക്ക് ഈ ഒരു വലിയ മുറിയായിട്ട് ഉപയോഗിക്കണമെങ്കിലും ചെറിയ മുറി എളുപ്പമാണ്, നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. വലിയ മുറിയാണെങ്കിൽ അത് മാറ്റിയാൽ മതി. ഇപ്പൊ ഫ്ലെക്സിബിലിറ്റി കൂടുതലുണ്ട്. പിന്നെ ആ ഒരു സ്പേസ് എപ്പോഴും ഉള്ളത് നമുക്ക് തന്നെ ഒരു നല്ല ഫീലിംഗ് അല്ലേ. പക്ഷെ അതിനുവേണ്ടി കഴിവും വേണം, സ്ഥലവും വേണം. ഈ സ്കൂളിൽ ഇപ്പൊ മാഡം ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന കുട്ടികളെ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ പ്രത്യേകമായി അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഏതൊക്കെ ഘടകങ്ങളിലാണ്? ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു, ഞങ്ങളുടെ സ്റ്റുഡൻസ് മിക്കതും സിറ്റിയിൽ നിന്നല്ല വരുന്ന, റൂറൽ ഏരിയാസ് വരുന്ന. അപ്പൊ അവര് വരുമ്പം സെൽഫ് കോൺഫിഡൻസും എക്സ്പോഷറും കുറവാണ്. അപ്പം എക്സ്പോഷർ വി ഗിവ് ബൈ സൈറ്റ് വിസിറ്റ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ടൂറിന് കൊണ്ടുപോകും, അങ്ങനെ ചെയ്യും. സെൽഫ് കോൺഫിഡൻസ് ഇസ് സംതിങ് ദാറ്റ് ഐ ബിൽഡ് അപ്പ്. ആൻഡ് ആദ്യം ഇങ്ങനെ
നാണമുള്ള ആൾക്കാരൊക്കെ പിന്നെ കാണുമ്പം നല്ല സ്മാർട്ട് ആയിട്ട്, ഐ തിങ്ക് ദാറ്റ് ഈസ് ദ വണ്ടർഫുൾ പാർട്ട്. അവര് വലിയ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റീരിയർ ഡിസൈനേഴ്സ് അല്ലെങ്കിലും അവർക്കൊരു ഫോക്കസ് ഉണ്ട് ലൈഫിൽ. ചിലര് വരുന്നത് ശരിക്കും വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടാത്തവരാ വരുന്നത്. ഒരു എങ്ങനെയും സമയം കളയേണ്ട, അതുകൊണ്ട് അപ്പനും അമ്മയും പറയും ഈ കോഴ്സ് ജോയിൻ ചെയ്യും. ശരിക്കും അവർ ഇഷ്ടമായിട്ടൊന്നും താല്പര്യമല്ല. മാഡത്തിന്റെ ഈ സ്കൂളിൽ ഇപ്പൊ എത്രാമത്തെ ബാച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോ 27ാമത്തെ ബാച്ചാണ്. ഞങ്ങള് ഫ്രാഞ്ചൈസ് എടുത്തത് ഇപ്പൊ 15 ബാച്ച് അത് കഴിഞ്ഞിട്ട് പാസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പഠിച്ച് പുറത്തു വന്ന കുട്ടികളിൽ ആരെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നല്ല പ്രോജക്ട്സ് ആയിട്ട് എടുത്ത് ചെയ്യുന്നത്? എല്ലാരും ഒത്തിരി പേര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയ പ്രോജക്ട്സ് എടുക്കുന്ന 2-3 പേരുണ്ട്. ഒന്ന് കലേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു ഇന്റീരിയർ ഡിസൈനർ ഉണ്ട്. അതുപോലെ വേറെ പിന്നെ കുറെ 2-3 പേരുണ്ട്. പക്ഷെ അവരുടെ പേരിപ്പം പ്രത്യേകിച്ച് ഓർക്കുന്നില്ല. ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്സ് കേരളത്തിലുള്ളതിൽ ഏതൊക്കെയുണ്ട്? ആർട്ട് ചെയ്തത് മാഡം ഇന്റീരിയറിലാണോ ആർക്കിടെക്ചറിലാണോ? ആർക്കിടെക്ചറിലും ഇന്റീരിയറിലുമായിട്ട് എല്ലാ വർക്കും എനിക്ക് പ്രധാനമാണ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പ്രധാനം ഇൻ ദ സെൻസ് ഓഫ് സൈസ് ആണെങ്കിൽ ഫേമസ് ആയിട്ടുള്ളതെന്ന് വെച്ചാല് ഇപ്പം നെടുമ്പാശ്ശേരിയിലെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ്, മനോരമയുടെ ഗസ്റ്റ് ഹൗസ് ഇപ്പം ഒത്തിരി എപ്രീസിയേഷൻ വരുന്നുണ്ട്. അതിന്റെ ഫുൾ ടോട്ടൽ ഡിസൈൻ ഞങ്ങൾ ചെയ്ത് ശ്രീലങ്കൻ കമ്മീഷണർ, അതുപോലെ ഇ ശ്രീധരൻ, ഇവരൊക്കെ കോംപ്ലിമെന്ററി ആയിട്ട് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ വർക്ക്സ് കുറെ മാഗസീൻസിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇന്റീരിയേഴ്സ് ആസ് വെൽ ആസ് ആർക്കിടെക്ചർ. ഈ വീട് മാഗസീനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഐ തിങ്ക് കുറച്ച് വെൽ നോൺ ആയിട്ടുള്ള ഫേമാണ് ഇപ്പം. മാഡം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വല്ലാത്ത ഡെപ്ത് ആണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു വാൾസ് ബൗണ്ടറി ഇല്ലാത്ത ഒരു ഫീലിംഗ്. അതിനെ കുറിച്ച് മാഡത്തിന് എന്താ പറയാനുള്ളത്? ബേസിക് ഫിലോസഫി ആക്ച്വലി ലിവിങ് വിത്ത് നേച്ചർ അല്ലേ. അപ്പം അത് വെച്ച് നോക്കുമ്പം ദിസ് ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. നമ്മൾ ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ യു കെൻ സീ ഹൗ ഓപ്പൺ ദ ഹൗസസ്. ആൻഡ് ഞങ്ങളിത് ഈ പ്രോപ്പർട്ടി 15 years ago മേടിച്ചപ്പോൾ ഒരു മരവും ഇല്ലായിരുന്നു. അതെല്ലാം വളർന്നു വന്നപ്പോൾ കാലത്തിരുന്ന് ഇവിടെ ഇഫ് യു ഹാവ് എ കപ്പ് ഓഫ് കോഫി ഇറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദിസ് പ്ലേസ്. മാഡത്തിന്റെ ഈ ആക്ടിവിറ്റീസിനോട് ഹസ്ബൻഡിന്റെ സമീപനം എന്താണ്? My husband is an engineer. He's very good he's an electronic engineer. He's very good in his field. But he has no interest in the arts. And that we have a lot of our interests are quite different when it comes to arts. But he is my worst critic, and his criticism is very constructive, very useful. Because of him, I think I have my office has also done, even is more modernized, because he's the one who suggested investing in software and things like that. And today I think we are able to give one of the best services in terms of drawings because of this, and I appreciate that. And even today I think he'd like to talk to me and find out what I was doing in the office and things like that. മക്കളൊക്കെ എത്രയാണ്? എനിക്ക് 2 പിള്ളേരുണ്ട്. എൻ്റെ പെൺകുട്ടി 15 വർഷം വയസ്സായിട്ടുണ്ട്. My son is 14 years old. They're both studying in Pallikudam, which is Mary Roy's school here in Kottayam. They're very independent, and I think they're very, very beautiful children. പ്രധാനപ്പെട്ടതും അപൂർവമായ രംഗങ്ങളിൽ പോലും സ്ത്രീകളെ അല്പം പോലും മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ആർക്കിടെക്ട് ഈന ജേക്കബിന്റെ ജീവിതം. ഇത്രയും നേരം നമ്മോടൊപ്പം ചിലവഴിച്ചതിന്
ശ്രീമതി നീന ജേക്കബിന് ഗുഡ് മോർണിംഗ് കേരളയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.